നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. കാർഷിക മേഖലയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ച് കൃഷിയൊക്കെ ചെയ്ത് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് ഇത്തരക്കാർ ആഗ്രഹിക്കുക. പ്രധാനമായിട്ടും IT പ്രൊഫഷണൽസ് ഒക്കെ ഇങ്ങനെ ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു മേഖലയിലേക്കാണ് കടന്നു വരുന്നത്. എന്നാൽ ഈ മേഖലയിലേക്ക് വരുന്നവർ ഒരുപാട് കൃഷിയെക്കുറിച്ച് ചിന്തിക്കും. മെയിനായിട്ട് കേരളത്തിൽ ഫോളോ ചെയ്യുന്ന രണ്ട് ടൈപ്പ് കൃഷിയാണ് തെങ്ങും അതുപോലെ തന്നെ റബ്ബറും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ റബ്ബറാണോ തെങ്ങാണോ ഏറ്റവും കൂടുതൽ ലാഭകരം? നമുക്ക് ഈ തെങ്ങാണോ റബ്ബറാണോ ലാഭകരം എന്നതിനെ കുറിച്ച് നോക്കിയാലോ? ഞാനൊരു കർഷകനോ മറ്റോ ഒന്നുമല്ല, പക്ഷെ ഒരു ഡീപ്പ് അനാലിസിസ് ചെയ്യുമ്പോൾ, കുറച്ച് ഡാറ്റകളൊക്കെ വെച്ച് അനാലിസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. റബ്ബർ വാസ് തെങ്ങ് 2026 കണക്കുകളാണ് ഞാൻ കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് എത്രത്തോളം വരുമാനം ലഭിക്കും, എത്രത്തോളം ചെലവുണ്ടാവും, നെറ്റ് പ്രോഫിറ്റ് എത്ര എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ കൃഷിയെ ഇഷ്ടപ്പെടുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ കൃഷി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഈ ചെറിയ ടൈപ്പ് ക്രോപ്സ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വലിയ ടൈപ്പ് ക്രോപ്സ്, അതായത് കുറച്ച് ലോങ് ടേമിൽ കിട്ടുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനും കൃഷിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ഈ IT മേഖല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രഷറുള്ള ഒരു മേഖലയാണ്. പ്രഷർ ഉണ്ട്. അതായത് നമ്മൾ ഇന്ന സെർട്ടൈൻ ആക്ടിവിറ്റി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പണി തെറിക്കുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇപ്പൊ തെങ്ങിനെയും റബ്ബറിനെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, വലിയൊരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്കൊരു മനസ്സമാനത്തോടെ ജീവിക്കാനുള്ള ഒരു വകുപ്പ് അതിൽ നിന്ന് കൃഷിയിൽ നിന്ന് എപ്പോഴും ഉണ്ടാവും. കൃഷിക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതിന് ഇടവിളയായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം. ചീര കൃഷി ചെയ്യാം, വാഴ കൃഷി ചെയ്യാം, ഇടവിളയായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പയർ ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൃഷി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ കടകളിൽ കൊടുക്കാതെ നമ്മുടെ നാട്ടിൽ തന്നെ കൊണ്ട് വൈകുന്നേരം എന്തെങ്കിലും ചന്ത പോലെ ടൗണിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സെയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറച്ച് റവന്യൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജീവിക്കാൻ ഈ കൃഷി കൊണ്ട് എന്തായാലും സാധിക്കും, എന്തായാലും തർക്കമൊന്നുമില്ല. അത്യാവശ്യം ജീവിക്കേണ്ട വകുപ്പുകളിൽ നിന്ന് കിട്ടും. കുറച്ച് ലാൻഡ് ഉണ്ടായിരിക്കണം, കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നന്നായിട്ട് പഠിക്കുക, മണ്ണിനെ നന്നായിട്ട് പഠിക്കുക. മണ്ണ് എന്താണ്, മണ്ണിൽ എങ്ങനെ പൊന്നു വിളയിക്കാം എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. മണ്ണിനെ കുറിച്ച് പഠിക്കാതെ കുറെ മണ്ണ് ഉണ്ട്, കുറെ ലാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ മണ്ണിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഏതൊക്കെ ഘടകങ്ങളാണ് അതിന് വേണ്ടത്, ഏതൊക്കെ കുറവുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കൃഷിക്കും അനുബന്ധമായിട്ട് മണ്ണിനെ ക്ലിയർ ആക്കി എടുക്കാൻ. ഞാനിത് കർഷകനൊന്നുമല്ല, എനിക്ക് കുറിച്ച് ധാരണയൊന്നുമില്ല, പക്ഷേ കുറെ കാര്യങ്ങൾ ഇനി ഭാവിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്കിതിന് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. താരതമ്യം ചെയ്യുന്നത് 1 ഏക്കർ സ്ഥലത്തെ കൃഷിയാണ്. 2026 വിപണി വില അടിസ്ഥാനമാക്കിയിട്ടുള്ള കണക്കുകളാണ് ഞാൻ ബേസിക് പറയുന്നത്. വരുമാന രീതി, ഒരു ഫാം ഗേറ്റ് വരുമാന മാർഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് ഒരു 1 ഏക്കർ ലാൻഡിൽ നമ്മൾ കൃഷി ചെയ്യുകയാണ്. ഇതിൽ റബ്ബറാണ് ചെയ്യുന്നതെങ്കിൽ റബ്ബറിന് നോർമലി എത്ര വിലയുണ്ട്? റെക്കോർഡ് വില എന്ന് പറയുന്നത് എനിക്കൊന്ന് 187 രൂപയാണ് ഓൾമോസ്റ്റ് റെക്കോർഡ് വില. നാളികേരത്തിന്റെ കണക്കാണെങ്കിൽ 25 നെറ്റ്. ഇനി ലക്ഷ്യം എന്ന് പറഞ്ഞത് നമ്മുടെ സ്ഥാപനത്തിന്റെ ചെലവും എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റും യഥാർത്ഥ ലാഭവും കണ്ടെത്തുക എന്നതാണ്. അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിൽ സെറ്റപ്പിന്റെ ഒരു ചെലവും അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വരുമാനം, ആ വരുമാനം വരുമ്പോൾ അതിലെ നെറ്റ് വരുമാനവും കൂടി നമ്മൾ കണ്ടെത്തുക എന്നതാണ്. വിളകളുടെ പ്രത്യേകതകൾ ആദ്യം നോക്കാം. റബ്ബർ ഫാമിംഗ് പ്രതി ഏക്കറിൽ നിന്ന് 200 മുതൽ 250 മരങ്ങൾ നമുക്ക് നടാൻ പറ്റും 1 ഏക്കർ ലാൻഡിൽ. ആദായം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 6 മുതൽ 7 വർഷം വരെ സമയമെടുക്കും. പലരും 5 വർഷം മതി, 4 വർഷം മതി എന്നൊക്കെ പറയും. പക്ഷെ ഒരു 6 മുതൽ 7 വർഷം വരെ എടുക്കും. ചിലപ്പോൾ വർഷങ്ങൾ വീണ്ടും കൂടാം. കോക്കനട്ട് ഫാമിംഗ് ആണെങ്കിൽ പ്രതി ഏക്കറിൽ ഒരു 70 മുതൽ 100 തെങ്ങുകൾ വരെ നമുക്ക് നടാൻ പറ്റും. 4 മുതൽ 8 വർഷത്തിനുള്ളിൽ വിളവ് ലഭിച്ചു തുടങ്ങാം. പല തരത്തിലുള്ള തെങ്ങുകളുണ്ട്. മിനിമം ഒരു 4 വർഷമെങ്കിലും വേണം. ഒരു അത്യാധുനിക തെങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ചെറിയ തെങ്ങുകൾ. അതിനൊക്കെ ഗംഗാ ബോണ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആഡ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ 4-5 വർഷം കൊണ്ടൊക്കെ കായ്ക്കും. പക്ഷെ എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇത് കുറെ കാലം ഇതിന് ലൈഫ് ഉണ്ടാവുമെന്ന്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇനി കൂടുതലായിട്ട് പഠിക്കുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. ഒരുപാട് അടുത്ത് തന്നെ ഈ പറഞ്ഞ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓഫീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോവാം. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, യൂണിവേഴ്സിറ്റികളുണ്ട്, ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് റബ്ബറിന്റെ ഒരു വരുമാനം നമുക്ക് കിട്ടാനുള്ള, മുടക്കുമത് തിരിച്ചു കിട്ടാനുള്ള ഒരു ടൈമിനെ കുറിച്ചാണ്. റബ്ബർ എന്നൊരു 12 മുതൽ 13 വർഷം വരെ നമുക്ക് സമയം എടുക്കും. കോക്കനട്ട് ആണെങ്കിൽ ഒരു 8 മുതൽ 10 വർഷം കൊണ്ട്. അപ്പൊ 8 മുതൽ 10 വർഷം കൊണ്ട് തെങ്ങിൽ നിന്ന് കിട്ടും. 12 മുതൽ 13 വർഷം കൊണ്ട് നമുക്ക് ഏതിൽ നിന്ന് കിട്ടും? റബ്ബറിൽ നിന്ന് കിട്ടും. പ്രാരംഭ ചെലവുകളെ കുറിച്ച് മനസ്സിലാക്കാം. റബ്ബറിന്റെ സെറ്റപ്പ് കോസ്റ്റ് നമുക്ക് നോക്കാം. ഏകദേശം 1.5 മുതൽ 2.5 ലക്ഷം രൂപ വരെ
നമുക്ക് ചിലവ് വരും ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. എത്ര മരമുണ്ട്? 200 മുതൽ 250 മരം സെറ്റപ്പ് ചെയ്യാൻ. ഇനി കോക്കനട്ടിന്റെ ആണെങ്കിൽ പ്രാരംഭ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു 80,000 മുതൽ ഒരു 1 lakh വരെ നമുക്ക് മതിയാവും. കുറെ തെങ്ങ് തൈകൾ വാങ്ങിച്ചിട്ട് പ്ലാന്റ് ചെയ്യാം. ഐ തിങ്ക് തെങ്ങ് തൈകൾക്കൊക്കെ 300 രൂപയൊക്കെ വിലയുണ്ട്. പിന്നെ അതിന് മേളിലുണ്ട് വലിയ 500, 600, 1200 വിലയുള്ള കുറെ തെങ്ങുകളുണ്ട്. അപ്പോൾ ഒരു 100 തെങ്ങുകൾ, 70 മുതൽ 100 തെങ്ങുകൾ വരെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഒരു കോസ്റ്റ് വരും. ഒരു 1 lakh വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇനി ആനുവൽ മെയിൻ്റെനൻസ് വരും. എല്ലാ മാസം മെയിൻ്റെനൻസ് വരും. അത് റബ്ബറിന് ഏകദേശം ഒരു 65,000 റുപ്പീസ് വരും. തെങ്ങിനാണെങ്കിൽ ഒരു 45. ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് ആവറേജ് ഒരു 50,000 രൂപ എല്ലാ വർഷവും നമുക്ക് ചിലവ് വരും. വളം ഇടണം, അതേപോലെ തന്നെ അതിന് ബാക്കിയുള്ള ജോലിക്കാർ, ഇതിൻ്റെയൊക്കെ എല്ലാ ചിലവും കൂടിയിട്ട് ഒരു വർഷത്തിൽ ഒരു 50,000 രൂപ നമ്മൾ കാണണം ചിലവായിട്ട്. ലാഭനഷ്ട കണക്കുകൾ നോക്കാം. ഒരു ആനുവൽ കോസ്റ്റ് നമുക്ക് നോക്കാം. ഒരു വർഷത്തേക്ക് റബ്ബറിനാണെങ്കിൽ ഒരു 55,000 രൂപ ചിലവ് വരും. കോക്കനട്ടിനാണെങ്കിൽ ഒരു 40,000 രൂപ ചിലവ് വരും. ഇപ്പൊ രണ്ടടുത്തന്നെ റബ്ബറിന് കുറച്ച് കൂടുതലാണ്, കോക്കനട്ട് കുറച്ച് കുറവാണ്. ഗ്രോസ് റവന്യൂ കുറിച്ച് പറയുകയാണെങ്കിൽ റബ്ബറിനാണെങ്കിൽ ഒരു 94,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ റവന്യൂ കിട്ടും ഒരു വർഷത്തിൽ. കോക്കനട്ട് ആണെങ്കിൽ ഒരു 60,000 മുതൽ 84,000 രൂപ നമുക്ക് റവന്യൂ കിട്ടും. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് ഒരു 20,000 മുതൽ 50,000 രൂപ വരെ നമുക്ക് റവന്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു റവന്യൂ ആയിട്ടുള്ള മോഡലാണ് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഇല്ല, ഒരുപാട് റവന്യൂ ഉള്ള മോഡലല്ല, പക്ഷെ അതുപോലെ ചിലവുമില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചിലവ് എല്ലാം കഴിഞ്ഞിട്ടുള്ള വരുമാനത്തെ നെറ്റ് റവന്യൂവിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു വർഷത്തേക്ക് ഒരു 50,000 റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മാസം ആവറേജ് ഒരു 5,000 റുപ്പീസ് ഒക്കെ നമുക്ക് ഒരു 5,000 രൂപയൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഒരു 5,000 രൂപ ഒരു മാസം എല്ലാം കഴിഞ്ഞിട്ട് ഒരു 5,000 രൂപ മാസം കിട്ടുന്നു. നമുക്ക് ചിലവാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് ചിലവ് കാൽക്കുലേറ്റ് ചെയ്തോളൂ. 5 lakh റുപ്പീസിൽ ഒരു 5,000 രൂപ വെച്ചിട്ട് മാസം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാന മാർഗമാണ്. ഇങ്ങനെയുള്ള കൂടുതൽ റബ്ബർ ഇടുക. അപ്പൊ 200 റബ്ബർ 400 റബ്ബർ ആക്കുക. അപ്പൊ 10,000 ആയി. അത് വേണമെങ്കിൽ 600 ആക്കുക. 15,000 ആയി. ദെൻ അത് 800 ആക്കുക. 20,000 ആയി. 1000 റബ്ബർ ആക്കുക. 25,000 രൂപ, 25,000 രൂപ എല്ലാ മാസം കിട്ടും. അതിനേക്കാൾ മേളിൽ കിട്ടും. ഞാനൊരു ആവറേജ് ഒരു കണക്കിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതിനേക്കാൾ മേളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സ്കോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 റബ്ബറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയാണ് പരിപാടികൾ. കാരണം ഭയങ്കര ചിലവാണ്, പണിക്കാർക്ക് ഭയങ്കര ചിലവാണ്, എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് വലിയ റവന്യൂ ഇല്ല എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ചെയ്തു പോവാം. ഐ തിങ്ക് തെങ്ങായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂല്യവർദ്ധനവും സാധ്യതകളും, റിസ്ക് ആൻഡ് വാല്യൂ അഡീഷൻസ്, ഇത് നോക്കാം. മൂല്യവർദ്ധനവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊപ്ര വെളിച്ചെണ്ണയോ ആക്കി കഴിഞ്ഞാൽ തെങ്ങ് കൃഷിയിൽ നിന്നും വരുമാനം 3 ഇരട്ടിയാക്കാൻ പറ്റും. വിപണി സാധ്യത എന്ന് വെച്ചാൽ ഇളനീർ, കയർ വ്യവസായം എന്നിവ തെങ്ങ് കൃഷിക്ക് അധിക വരുമാനം നൽകുന്നുണ്ട്. വിലയിലെ ചാഞ്ചാട്ടം, റബ്ബർ വിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് സാധ്യമാണ്. ഹൈ റിസ്ക്കും കൂടിയാണ് റബ്ബർ. ഇടവിള കൃഷി, ലാഭം വർദ്ധിപ്പിക്കാൻ തെങ്ങിൻ തോപ്പുകളിൽ ഇടവിള കൃഷി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. തെങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയതായിട്ട് തുടങ്ങാൻ തെങ്ങ്, നിലവിൽ റബ്ബർ ഉണ്ടെങ്കിൽ അത് തുടരുക. അത്രയേ ഉള്ളൂ പറയാൻ. മനസ്സിലായില്ലേ? പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് തെങ്ങ് കൃഷി തുടങ്ങാം. ഇനി കവുങ്ങ് ഭയങ്കര സ്കോപ്പ് ഉള്ളതാണെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ കവുങ്ങിനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്കൊരു വീഡിയോ ചെയ്യാം. കവുങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഈ പെപ്പർ ഉണ്ടല്ലോ, കുരുമുളക്, ഇതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ എന്തായാലും ഒരു കണക്ക് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ഒരുപാട് ഇത്ര റവന്യൂ കിട്ടും എന്ന രീതിയിലൊന്നും ബൂമിംഗ് ഒന്നും ചെയ്യില്ല. ഒരു ആവറേജ് കിട്ടുന്നത്, അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇപ്പോൾ 200 റബ്ബർ ഉണ്ടെങ്കിൽ ഒരു 5,000 റുപ്പീസ് റവന്യൂ മന്ത്ലി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. 5,000 റുപ്പീസ് എന്തായാലും കിട്ടും. 2,000 മുതൽ 5,000 വരെ, അതാണ് കണക്ക്. ഒരു 20 വർഷത്തിൽ 20,000 മുതൽ 50,000, ഒരു 2,000 മുതൽ ഒരു 7,000 വരെ നെറ്റ് എല്ലാ ചെലവും കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അങ്ങനെയാണ് നമ്മൾ റവന്യൂ കാണുന്നത്. അത് 1 ഏക്കർ ലാൻഡിൽ ഒരു മാസം 50,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷം ആകുമ്പോഴേക്കും ഏകദേശം 6 ലക്ഷം രൂപയുടെ വരുമാനമായി, വലിയൊരു ഇൻകം ആയി. മനസ്സിലായില്ലേ? സ്ഥിര വരുമാനം എന്നുള്ള രീതിയിലായി. അപ്പൊ അങ്ങനെ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഒരു 10 ഏക്കർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരിക്കലും ഞാൻ പറയില്ല ഒരു സ്പെസിഫൈഡ് ക്രോപ്സ് തന്നെ ചെയ്യണമെന്ന്. മൾട്ടിപ്പിൾ സംഭവങ്ങൾ ചെയ്യുക. ഒരു ഹാപ്പി മൂഡ് ഉണ്ടാക്കിയെടുക്കുക. നല്ലൊരു ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് എന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ കൃഷിയെ ആശ്രയിക്കരുത്. നമുക്കൊരു മനസ്സമാനം ഒപ്പം ജീവിച്ചു പോവുക, മനസ്സമാനത്തോട് ജീവിച്ചു പോവുക എന്ന പ്ലാനിങ്ങിലും എന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. 2026 റബ്ബറിന് പ്രതിവർഷ വരുമാനം കൂടുതലാണെങ്കിലും കുറഞ്ഞ റിസ്ക്കും പ്രാരംഭ ചിലവും ദീർഘകാല ആദായവും തെങ്ങിലാണ്. മൂല്യവർദ്ധനവ് കൂടെ ചെയ്ത തെങ്ങ് തന്നെയാണ് മുന്നിൽ. അതായത് അതങ്ങനെ തന്നെയാണ്. ഒരുപാട് റവന്യൂ മോഡൽ തെങ്ങിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈവൻ കവുങ്ങിൽ നിന്ന് പോലും അത്രയും റവന്യൂ മോഡൽ കിട്ടില്ല. അപ്പോൾ തെങ്ങ് തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഫാർ ബെറ്റർ എന്ന് പറയുന്നത് തെങ്ങ് തന്നെയാണ്. കുറച്ച് ലാൻഡ് എടുക്കുക, തെങ്ങ് അങ്ങോട്ട് കൃഷി ചെയ്തോളാം. പല മോഡൽ ഇടവിളയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തോളാം. സെറ്റ് ആവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കവുങ്ങും പ്ലസ് പെപ്പറും, അതായത് കുരുമുളകും കവുങ്ങിനെ കുറിച്ച് നോക്കാം. അപ്പം ആർക്കെങ്കിലും കവുങ്ങിനെ കുറിച്ചും കുരുമുളകിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ കവുങ്ങ് ആൻഡ് കുരുമുളക് എന്ന് കമന്റ് ചെയ്യുക. ഒന്നുകിൽ കവുങ്ങ് ചെയ്യുക അല്ലെങ്കിൽ കുരുമുളക്, ഏത് ചെയ്താലും നമ്മുടെ രണ്ടിനെ കുറിച്ച് നമ്മൾ വീഡിയോ എന്തായാലും ചെയ്തിരിക്കുന്നതാണ്. ഈ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.